വഖഫ് ബില്ലിൽ ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് എംപിമാർ. JPC അധ്യക്ഷന്റെ നിലപാട് പ്രതിഷേധാർഹമാണെന്നും ഇക്കാര്യം പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്നും മുസ്ലിം ലീഗ് എംപിമാരായ ET മുഹമ്മദ് ബഷീർ, ഡോക്ടർ അബ്ദുൽ സമദ് സമദാനി, നവാസ് ഗനി എന്നിവരാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി പിയാസ് സുനിൽ ചേരുന്നു. പിയാസ് സുനിൽ, അപ്പോൾ ലോക്സഭയിലെ അടിയന്തര പ്രമേയത്തിന്റെ വിഷയം എത്തിക്കഴിഞ്ഞു. വഖഫ് ഭേദഗതി ബില്ല് ഇന്ന് റിപ്പോർട്ട് JPC സമർപ്പിക്കുന്നതിന് മുൻപായി പ്രതിപക്ഷം ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് കടുപ്പിക്കുകയാണ്, അല്ലേ പിയാസ് സുനിൽ? അരുൺ, തീർച്ചയായും വഖഫ് ബില്ലിന്മേൽ JPC എടുത്ത തീരുമാനങ്ങൾ ജനാധിപത്യ സംവിധാനത്തിൽ അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്ന നിലപാടാണ് മുസ്ലിം ലീഗ് അംഗങ്ങൾക്കുള്ളത്. ഏതായാലും ഈ വിഷയം അടിയന്തരമായി പരിഗണിക്കണം, മറ്റ് നടപടികൾ നിർത്തിവെച്ച് വഖഫ് ബില്ലിന്മേലുള്ള JPCയുടെ നടപടികൾ ചർച്ച ചെയ്യണം എന്നതാണ് ഇപ്പോൾ ലീഗ് അംഗങ്ങൾ ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ ഈ വിഷയത്തിൽ ഈ നോട്ടീസ് പരിഗണിക്കണം എന്ന് അംഗങ്ങൾ ആവശ്യപ്പെടാനും സാധ്യതയുണ്ട്. നമുക്കറിയാം, JPC യോഗത്തിൽ വഖഫ് ബില്ല് പരിഗണിക്കാൻ വഖഫ് ബില്ലിന്മേൽ ചർച്ച നടന്നപ്പോഴൊക്കെ തന്നെ വലിയ തർക്കങ്ങളും കയ്യേറ്റത്തിന് വക്കിൽ വരെ എത്തിയ വാക്കേറ്റങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. JPC യോഗങ്ങളിൽ തൃണമൂൽ അംഗം കല്യാൺ ബാനർജി ഒരു ഗ്ലാസ് എടുത്ത് ടേബിളിൽ ഉടയ്ക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അത്രയ്ക്ക് വലിയ നാടകീയ കാഴ്ചകളായിരുന്നു ഓരോ JPC യോഗത്തിലും. ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ അംഗങ്ങൾ കൊണ്ടുവന്ന 44 ഭേദഗതി നിർദ്ദേശങ്ങൾ തള്ളിക്കൊണ്ട് അതേസമയം ഭരണപക്ഷ അംഗങ്ങൾ നൽകിയ എല്ലാ ഭേദഗതി നിർദ്ദേശങ്ങളും അംഗീകരിച്ചുകൊണ്ടുമായിരുന്നു JPC റിപ്പോർട്ട് അംഗീകരിച്ചത്. അപ്പോൾ ആ JPC റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തരത്തിൽ JPC റിപ്പോർട്ട് തയ്യാറാക്കിയത് ജനാധിപത്യ സംവിധാനത്തിൽ അംഗീകരിക്കാനാകില്ല എന്നാണ് ലീഗ് അംഗങ്ങൾ